ഹായ് നമസ്കാരം. മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കുറച്ചു നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പാൻറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇതാണ് ആദ്യത്തേത്. ഇത് എന്താ പറയുക, ഒരു ബാട്ടിക് ജയ്പൂർ പ്രിൻറ്റിലെ കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരിക. യോക്ക് പോർഷനിൽ ഈ വർക്ക് വരും. ലെങ്ത് ഒരു 46 ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും. താഴെ ഓൾറെഡി ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ക്ലോത്ത് ഒന്നും പോയില്ല, ഈ മുകളിൽ മാത്രമേ ക്ലോത്ത് നഷ്ടപ്പെടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നിങ്ങൾക്ക് ലെങ്ത്തിൽ കിട്ടും. ഓക്കെ, നല്ല ലെങ്ത്തിൽ കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ദുപ്പട്ട എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് നെറ്റ് കോട്ടയാണ്. ഇതിലും സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നല്ല പഞ്ഞി, ഇതിനൊക്കെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പഞ്ഞിയേ ഉള്ളൂ. അത്ര സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ. അതിൽ കംപ്ലീറ്റ് ഹാൻഡ് ബ്ലോക്ക് ആണ് കേട്ടോ വരുന്നത്. സൂപ്പർ ദുപ്പട്ടയാണ്, ഭയങ്കര സൂപ്പർ ക്ലോത്തിൽ വരുന്ന ദുപ്പട്ടയാണ്. കണ്ടാൽ ഷിഫോൺ പോലെ തോന്നും, പക്ഷെ ഇത് നെറ്റ് കോട്ടയാണ്. ഇതുണ്ടോ, കണ്ടോ, നെറ്റ് കോട്ടയാണ്. പക്ഷേ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ട സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് തൊടുന്നത്. നെറ്റ് കോട്ട പറയുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിരി കുറച്ച് ഇത് കാണും, പക്ഷെ നല്ല കണ്ടോ. ഇതിനേക്കായി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇനി പഞ്ഞിയേ കാണുള്ളൂ. ഇതിനേക്കായി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ് എന്ന് പറയുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് കേട്ടോ. നല്ല കട്ടിയുള്ള, ഇത് പെൻസിൽ കട്ട് മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലർ സ്കേർട്ട് തയ്ക്കുമെന്ന് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു. ഇങ്ങനെ പാച്ചുള്ള പാൻറ് വെച്ച് ഇതുപോലത്തെ ഇങ്ങനെ താഴെ ഇങ്ങനെ വർക്ക് വരുന്ന പോലത്തെ പാൻറ് വെച്ച് സ്കേർട്ട് തയ്ക്കുമെന്ന് ഇതിൻ്റെ കൂടെ ഇടാൻ. അത് നല്ല ചിലർക്ക് അതാ കംഫർട്ടബിൾ എന്ന് അങ്ങനെ തയ്ക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഓക്കെ, അങ്ങനെയൊക്കെ തയ്ക്കാനേ പറ്റുള്ളൂ. അല്ലാത്ത ചുടി ബോട്ടം തയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് ഇങ്ങനെ താഴെ ഈ വർക്ക് വരുന്നുണ്ട്. ഇഷ്ടം പോലെ ക്ലോത്ത് ഉണ്ട് കേട്ടോ. ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇങ്ങനെ വരിക, ബേസ് ഏരിയയിൽ ഇങ്ങനെ വർക്ക് വരും, കാലിൻ്റെ ഏരിയയിൽ കേട്ടോ. ഇങ്ങനെ വരിക കണ്ടോ. ഇങ്ങനെ മിറർ വർക്കൊക്കെ ഉണ്ട് പാൻറ്റിൻ്റെ തുണിയിൽ. ക്ലോത്ത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് കണ്ടോ. നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. പെൻസിൽ കട്ട് പാൻസ് ഒക്കെ തയ്ച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല ഡ്യൂറബിലിറ്റി കിട്ടുന്ന കോട്ടൺ ആണ് കേട്ടോ. ഫുൾ കട്ടിലാണ്. ഒരു സത്യം പറഞ്ഞാൽ ഒരു ചുരിദാർ തയ്ക്കാനുള്ള തുണിയാണ്. നല്ല വീതിയിലാണ്. ഒരു 42 ഇഞ്ചസ് ഒക്കെ വീതി കിട്ടുമെന്ന് തോന്നുന്നു. നല്ല വീതിയിലാണ് കേട്ടോ തുണി വരുന്നത്. നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. ഓക്കെ, ഇങ്ങനെ വരാം. സ്ക്രീൻഷോട്ട് എടുക്കുക. ഇങ്ങനെ ഒരു ഈ ഒരു ഇതിൽ നിങ്ങൾ ടോപ്പ് നല്ലപോലെ കാണുന്ന രീതിയിൽ വേണം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ അടുത്ത പീസാണ്. ഇതാണ് അടുത്ത പീസ്. ബ്ലാക്കും ആഷ് ഗ്രേയും കൂടെ കേട്ടോ വരുന്നത്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ്, കളേഴ്സ് മാത്രം. ഈ ടോപ്പിൻ്റെയും പിന്നെ പാച്ച് വരുന്ന അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതാ വരിക. ടോപ്പ് ബ്ലാക്ക് ആഷ് വരും, ബാക്ക് സൈഡ് ഇങ്ങനെ വരും, ഹാൻഡിൽ ഇങ്ങനെ വരും പാച്ച്. ദുപ്പട്ട നല്ല ദുപ്പട്ടയാണ് ഹൈലൈറ്റ്, ഒരു രക്ഷയില്ല. നല്ല നല്ല പഞ്ഞി പോലത്തെ ദുപ്പട്ടയാണ്. സോഫ്റ്റ് നെറ്റ് കോട്ട. 2:30 ഉണ്ടെന്ന് തോന്നുന്നു. 2.25 മുകളിലുണ്ട്. എന്തായാലും 2:30 കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പീസാണ്. അടുത്ത ഇതാണ് കേട്ടോ. മെറൂണും ഒരു ഡാർക്ക് മെറൂണും ഒരു ലൈറ്റ് മെറൂണിഷ് പിങ്കും കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ വരും. കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കളർ കാർഡിട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഷാമ്പൂ വാഷ് ചെയ്യുക എപ്പോഴും. അങ്ങനെയാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെ. കേട്ടോ, ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് പാൻറ്, പ്രിന്റഡ് പാൻസ്. ഇങ്ങനെ കേട്ടോ വരാം. പെൻസിൽ പാൻറ്റൊക്കെ തയ്ച്ചിട്ട് അടിപൊളിയായിരിക്കും, നല്ല സൂപ്പർ ലുക്കായിരിക്കും. അല്ലാത്ത പാൻസ് ഒന്നും വെച്ച് തയ്ക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് വെച്ചാൽ നമുക്ക് പെൻസിൽ പാൻസ് മാത്രമേ തയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ പലാസോ തയ്ക്കാം, പലാസോ പെൻസിൽ അങ്ങനെ, അല്ല ചുടി ബോട്ടം തയ്ക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ തുണിയുണ്ട്. ലാസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂ ആണ് ലാസ്റ്റ് കളർ. പിന്നെ ഒരു നേവി ബ്ലൂവും വൈറ്റും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാം നല്ലതാണ്. ഈ ഓഫ് വൈറ്റ് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഓഫ് വൈറ്റ് ആണ്. പക്ഷേ ഭയങ്കരമായ ഓഫ് വൈറ്റ് അല്ല, എന്നാലും പ്യുവർ വൈറ്റും അല്ല. രണ്ടിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു പാലിൻ്റെ ഒക്കെ നിറമുണ്ടല്ലോ, ഒരു മിൽക്കി വൈറ്റ് എന്ന് പറയാം. ഇങ്ങനെയാണ് പാൻറ്. ഹാൻഡ്ലൂം കോട്ടൺ ആണ് കേട്ടോ പാൻറ്, കട്ടിയുള്ള കോട്ടൺ ആണ്. ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഈ 4 കളേഴ്സിലാണ് അവൈലബിൾ. ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ഫോട്ടോസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം. ഓക്കെ, അപ്പം സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ജസ്റ്റ് എന്തായാലും സേവ് ചെയ്ത് വെച്ചൊരു ഹായ് അയച്ചേക്കാം. ഞാനപ്പോൾ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വരും കാലങ്ങളിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.